നമസ്കാരം, എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു ഞാൻ 35 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അന്നേരം പലരും പറഞ്ഞു അതിൻ്റെ മാഷേൻ്റെ ആൻസർ കൂടെ തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നെക്കൊണ്ട് പരമാവധി ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് തരും. മാക്സിമം എഫേർട്ട് എന്നല്ല പറയുന്നത്, ഞാൻ എൻ്റെ മാക്സിമം എന്താണ് എഫേർട്ട് എടുത്ത് തരുന്നതാണ്. അന്നേരം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനുള്ളവരെ ഷെയർ ചെയ്യുക. കാരണം ഏറ്റവും ഗംഭീരമായ ചാപ്റ്ററുകൾ പഠിക്കുന്നൊരിതാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വേവ് ഒപ്റ്റിക്സ്, ഇങ്ങനെ ചെറുപ്രാ ചാപ്റ്ററുകളാണ്. അന്നേരം ഞാൻ അതിനകത്തോട്ടൊന്ന് നന്നായിട്ടൊന്ന് ഓടിച്ചു പോകുമ്പം നിങ്ങൾക്ക് പഠിച്ചു പോകാം എന്നുള്ള, നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോയി നോട്ട്സ് കൂടെ ഞാൻ തരാം, പഠിച്ചു പോകാം എന്നുള്ള 100% ഉറപ്പോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങളോട് എൻ്റെ കൂട്ടത്തിൽ വേണം. നിങ്ങൾ ഒരു കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ നിന്ന് കേട്ട് പഠിച്ചു പോവുക. എന്നിട്ട് നിങ്ങൾ പറയുക ക്ലാസ്സിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോടി. കാരണം വേറെ ഒന്നറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാകുന്നെങ്കിൽ ഫോളോ ചെയ്യുക. അങ്ങനെ പറയാമോ ഒരു അധ്യാപനല്ലേ? അല്ലാതെ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കാനെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് പറയത്തില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലാകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ മീ, സബ്സ്ക്രൈബ് കേട്ടോ. അന്നേരം മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററാണ് സെക്കൻഡ് ടൈം തുടങ്ങുന്നത്. ബാക്കി ഇടയ്ക്കുള്ള ആദ്യത്തെ കുറച്ച് ടോപ്പിക്സൊക്കെ 4 ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ നമുക്ക് ഇട്ട് തരാം. ആദ്യം എൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് കാര്യത്തിലേക്ക് കിടക്കട്ടെ മാഷ്. അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. ആദ്യം നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. എ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് സർട്ടൻ സബ്സ്റ്റൻസസ് ലൈക്ക് നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ. ഇതൊക്കെ നമ്മുടെ സ്വന്തം ഇതാണ്. നിങ്ങൾ പരീക്ഷിക്കുന്ന എഴുതി വെക്കൽ നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ. ഓർത്തിരിക്കാൻ വേണ്ടി മാഷ് തയ്യാറാക്കുന്നതാണ്. നിക്കലിൻ്റെ N, അയണിൻ്റെ IF എന്നുള്ളതൊന്നുമല്ല, നമ്മൾ വേറെ ഫോർമുലയൊന്നുമല്ല ഉപയോഗിക്കുന്നത്. കൊബാൾട്ടിൻ്റെ CS, സ്റ്റീൽ. നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ. നിക്സ് എന്ന് ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് എഴുതരുത് കേട്ടോ, പണി കിട്ടും. അന്നേരം എ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് സർട്ടൺ സബ്സ്റ്റൻസ്. ചില സബ്സ്റ്റൻസിനെ മാഗ്നറ്റ് നന്നായിട്ട് അട്രാക്ട് ചെയ്യും. ആ അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ പേരാണ് നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ. ആൻഡ് ദീസ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ഇനി പവർ ഓഫ് അട്രാക്ഷൻ മാക്സിമം. ഒരു മാഗ്നറ്റ് നമ്മൾ എടുക്കുമ്പം അവിടെ നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. നമുക്കറിയാം പവർ ഓഫ് അട്രാക്ഷൻ ഈസ് മാക്സിമം അറ്റ് ദി പോൾസ് ആൻഡ് മിനിമം അറ്റ് ദി സെൻറ്റർ. മാക്സിമം പോൾസിലും മിനിമം എവിടെയാണ്? സെൻറ്ററിലുമാണ്. ഓക്കെ, അന്നേരം ഫസ്റ്റ് വൺ ഈസ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. അന്നേരം ഒന്നുകൂടെ ഞാൻ പറയാം. എ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് സർട്ടൻ സബ്സ്റ്റൻസസ് ലൈക്ക് നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ ആൻഡ് ദീസ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. പവർ ഓഫ് അട്രാക്ഷൻ ഈസ് മാക്സിമം അറ്റ് ദി പോൾസ് ആൻഡ് മിനിമം അറ്റ് ദി സെൻറ്റർ. അടുത്ത ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ ഒരുപാട് കാർഡ് കയറി ചിന്തിക്കേണ്ട. ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഫ്രീലി സസ്പെൻഡ് ചെയ്തിട്ടേക്കെന്ന് വെച്ചോ, ഒരു നൂലല്ല ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ് മാഗ്നറ്റ്. ഇറ്റ് ഓസിലേറ്റ്സ് ഫോർ സം ടൈം. ഇത് കുറച്ച് നേരം ഓസിലേറ്റ് ചെയ്യും. എന്നിട്ടില്ല ഫാൻ്റെ കൂട്ട് പതുക്കെ ഇത് റെസ്റ്റ് വരും. ഫാൻ ഓഫ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, പതുക്കെ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നിൽക്കും. അന്നേരം അത് അന്നേരം നിൽക്കുന്ന ഒരു പ്രത്യേക ഡയറക്ഷനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. ജിയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. വെൻ എ മാഗ്നറ്റ് ഈസ് ഫ്രീലി സസ്പെൻഡഡ്, ഇറ്റ് ഓസിലേറ്റ്സ് ഫോർ സം ടൈം ആൻഡ് കംസ് ടു റെസ്റ്റ് in the geographical north to south direction. This property is called directive property. Okay, and third one, isolated poles do not exist. Isolated poles എന്ന് പറഞ്ഞാൽ സെയിം പോൾസ് ആണ്. സെയിം പോൾസ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ ഒരിക്കലും സൗത്ത് പോളും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ബട്ട് അൺലൈക്ക് പോൾസ് എക്സിസ്റ്റ്. 4 ലൈക്ക് പോൾസ്. അതിൽ നിന്ന് തന്നെ എടുക്കുന്നത് ലൈക്ക് പോൾസ് റിപ്പൽ ഈസർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈസർ. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. എവിടെങ്കിലും നമുക്ക് പബ്ലിക് എക്സാമിനോ ക്രിസ്മസ് എക്സാമിന്, ഇപ്പോഴത്തെ ക്രിസ്മസ് എവിടെങ്കിലും നമുക്കിത് ഗുണം ചെയ്യുന്നതാണ്, സംശയം വേണ്ട. പിന്നെ മാഗ്നറ്റിക് ഡൈപോളൊക്കെ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ച പോലെ തന്നെ പഠിക്കുക. എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജിന് വരും എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, സെക്ടറല്ല വെക്റ്റർ ക്വാണ്ടിറ്റി. പിന്നെ നമുക്ക് വേണ്ടത് ഫോഴ്സ് ആൻഡ് ടോർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. അതായത് ഗോസസ് തിയറം എന്ന് സാധാരണ പോലെ ചോദിച്ചാൽ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ഗോസസ് തിയറം എഴുതിയാൽ മതി. അതായത് ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അത്
ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ വെറും ഗോസസ് തിയറം എന്ന് വെച്ചാൽ അത് തന്നെ മതി. എന്നാൽ ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ദാണ്ട് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് വരയ്ക്കുക. ക്ലോസ്ഡ് സർഫസ് കണ്ട് ഈ വരച്ചിരിക്കുന്ന ഫീൽഡ് ലൈൻസ് ആണ്. അതുകൊണ്ട് ഒറ്റ വരിയേ ഉള്ളൂ. ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ടാണ് ഇൻ്റഗ്രൽ ഇട്ടിട്ട് അതിനകത്തൊരു സർക്കിൾ കൊടുക്കുമ്പോൾ അത് ക്ലോസ്ഡ് സർഫസായി. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0. അതുകൊണ്ട് ഈ ഒരു വരിയും ഇതും പഠിച്ചാൽ നമുക്ക് 2 മാർക്ക് കിട്ടും, 2 മാർക്ക്. അന്നേരം ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. അത് കഴിഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതില്ലെങ്കിൽ പോലും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത് നന്നായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് പഠിക്കുക. ആദ്യത്തെ 4 തന്നെ ആയിക്കോട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. നിങ്ങൾ പടം നോക്കി, ഇതിനകത്ത് ഏതെങ്കിലും ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസോ എന്ത് ചെയ്യത്തില്ല? ഇൻ്റർസെക്ട് ചെയ്യത്തില്ല. 2, ടാൻജൻ്റ് ആണ് നിശ്ചയിക്കുന്നത്. ഇവിടെ ടാൻജൻറ്റ് വരച്ചാൽ ടാൻജൻ്റ് ആണ് നിശ്ചയിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. രണ്ടാമത്തെ പോയിന്റ്, ദി ടാൻജൻറ്റ് ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. 3, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഓൾവേസ് ക്ലോസ്ഡ്. നമ്മൾ ഏത് വരച്ചാലും അതെല്ലാം എന്തായിരിക്കാം? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഓൾവേസ് ക്ലോസ്ഡ്. 4, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും പാരലൽ ആയിരിക്കും. എന്നിട്ട് ഒന്നുകൂടെ 4 പ്രോപ്പർട്ടീസ് പറയാം. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. ദി ടാൻജൻറ്റ് ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. Magnetic field lines are always closed. In a uniform magnetic field, the lines of force are parallel to each other. Clear ആയേ? അടുത്ത എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, ഡിലീറ്റഡ് ടോപ്പിക്കാണ്. മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓൺ ദി എർത്ത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, അത് ജസ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് 3 നന്നായിട്ട് ഓർത്തിരിക്കുക. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നാണ് കേട്ടോ. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എച്ച് ആണ്. ഇവിടെ അതുപോലെ മിസ്റ്റേക്കാണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എച്ച്. പെർമിയബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ. സസെപ്റ്റിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് കൈ ആണ്. കൈ. ഓക്കെ. അന്നേരം മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ് കൊണ്ടുവെക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഞാനൊരു കാന്തം മാഗ്നറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു എബിലിറ്റി ഉണ്ട്. ആ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എബിലിറ്റിയെ, കഴിവിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു NI. H എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്, NA നമ്പർ ഓഫ് ടേൺസ്, I കറണ്ട്. ഓക്കെ. അടുത്ത പെർമിബിലിറ്റിയാണ്. പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിനോട്ട് ലെറ്റർ B ആണ്. ടു ദി മാഗ്നറ്റൈസിങ് ഫീൽഡ്, എല്ലായിടത്തും മാഗ്നറ്റൈസിങ് ഫീൽഡ് ഉണ്ട് കേട്ടോ. റേഷ്യോ എന്ന് പറയുമ്പം ഇപ്പോൾ റേഷ്യോ ഓഫ് A to B എന്ന് പറഞ്ഞാൽ A/B എന്നാണ്. അന്നേരം പെർമിയബിലിറ്റി ഡിനോട്ട് ലെറ്റർ മ്യൂ ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് B ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ H. അങ്ങനെ മ്യൂ ഈസ് ഈക്വൽ ടു B ബൈ H. അതിൽ നിന്ന് വേണമെങ്കിൽ B ഈസ് ഈക്വൽ ടു മ്യൂ H എന്ന് എടുക്കാം. ഫ്രീ സ്പേസ് ആണെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ മ്യൂ 0. അന്നേരം B ഈസ് ഈക്വൽ മ്യൂ 0H ഒക്കെ പ്രോബ്ലത്തിൽ ചോദിക്കാം. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇതൊക്കെ നിങ്ങളൊന്ന് കാണാൻ പഠിച്ചാൽ മതി. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡിനോട്ട് ലെറ്റർ ക്യാപിറ്റൽ M ആണ്. ടു ദി മാഗ്നറ്റൈസിങ് ഫീൽഡ് H. അന്നേരം കൈ ഈസ് ഈക്വൽ ടു M ബൈ H. അന്നേരം ഇക്വേഷൻ എല്ലാം ഒന്ന് ഓർത്തിരുന്നേ. ഏതൊക്കെ 3 പ്രോപ്പർട്ടീസ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് 3 ആണ്. ഒന്ന് മാഗ്നറ്റൈസിങ് ഫീൽഡ്, പെർമിബിലിറ്റി, സസെപ്റ്റിബിലിറ്റി. H ഈസ് ഈക്വൽ ടു NI, മ്യൂ ഈസ് ഈക്വൽ ടു B ബൈ H, കൈ ഈസ് ഈക്വൽ ടു M ബൈ H. ഓക്കെ, ഇങ്ങനെ ഓർത്തിരിക്കണം. അടുത്ത ഈ നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മളെ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന പോലെ മാഗ്നറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നറ്റിക് ബിഹേവിയർ മാഗ്നറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. കെമിസ്ട്രി പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായും ആണ് നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫിഗർ ഉൾപ്പെടെ നന്നായിട്ട് പഠിക്കുക. ആദ്യത്തെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ ഫീബിളായിട്ടായിരിക്കും മാഗ്നറ്റൈസ് ചെയ്യുന്നത്. എന്താ ഫീബിൾ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ, ചെറിയ തോതിൽ അട്രാക്ട് ചെയ്താൽ അത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ അത് അട്രാക്ട് ചെയ്താൽ അത്
പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് പറയുന്ന എക്സാമ്പിളാണ് ദാണ്ടിത്. മാസ്ക്. എന്തു ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ മാംഗനീസ്, അലൂമിനിയം, സോഡിയം, ക്രോമിയം. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി മാസ്ക് എന്ന് നിങ്ങൾ എഴുതരുത്. മാംഗനീസ്, അലൂമിനിയം, സോഡിയം, ക്രോമിയം. അന്നേരം നിങ്ങൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓർക്കുമ്പോൾ മാസ്ക് എന്ന് ഓർത്താൽ മതി. പ്രോപ്പർട്ടീസ് ഒരെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, പ്രോപ്പർട്ടീസ് ഓഫ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ആറ്റംസിന് മാഗ്നറ്റിക് മൊമെൻറ്റ് കുറവാണ്, സ്മോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അതുപോലെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ഡയറക്ഷൻ എപ്പോഴും പാരലായിരിക്കും. സ്മോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, പാരലായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് 1.01, 1.05, ഒന്നിനെക്കാട്ടി ചെറിയതായിട്ട് കൂടുതൽ. ഓക്കെ, സസെപ്റ്റിബിലിറ്റി സ്മോൾ ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ -1, -2 എന്ന് പറയും. പക്ഷേ ഇവിടെ സ്മോൾ ആണ്, പക്ഷേ എന്ത് വാല്യൂ ആണ്? പോസിറ്റീവ് വാല്യൂ ആണ്. അന്നേരം ഞാൻ ആ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സ്മോൾ മാഗ്നറ്റിക് മൊമെൻറ്റ്, ലെങ്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ പാരലാണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്, സസെപ്റ്റിബിലിറ്റി സ്മോൾ ആണ് ബട്ട് പോസിറ്റീവ് വാല്യൂ ആണ്. ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഈ പടം വരച്ച് പഠിച്ചോളുക. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. ഫെറോ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ നിക്സ് ആണ്. നമ്മൾ മുമ്പേ നിക്സിൻ്റെ കാര്യം പറഞ്ഞതാണ്. നിക്കൽ, അയൺ, കൊബാൾട്ട്, സ്റ്റീൽ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. മറ്റേതിൻ്റെ 2 പ്രോപ്പർട്ടീസുമായിട്ട് സിമിലർ ആണ്. ഇത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ആദ്യത്തെ 2 പ്രോപ്പർട്ടീസ് സെയിം ആണ്. സ്മോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ പാരലാണ്, സ്മോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെക്കാട്ടിൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മറ്റേത് 1.01 എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിപ്പം 2.5, 3.8 അല്ലെങ്കിൽ 5.9, 10.5 ഇങ്ങനെയൊക്കെ എന്ത് വന്നാലും 1നെക്കാട്ടി കുറച്ച് കൂടുതൽ ഏത് വന്നാലും ആ വാല്യൂ ചോദിക്കുകയാണ്. ദി വാല്യൂ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 5.5 വിച്ച് ഈസ് ദി സബ്സ്റ്റൻസ്? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, സസെപ്റ്റിബിലിറ്റി ലാർജുമാണ്, പോസിറ്റീവാണ്. ലാർജുമാണ്, പോസിറ്റീവാണ്. അന്നേരം ഇതൊരു കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് നിങ്ങൾക്ക് തോന്നും, 100% തോന്നും. അടുത്ത ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയും പടം വരയ്ക്കുക. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ഫീബിളായിട്ട് തന്നെയാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. ഏതാ വേറെ ഫീബിളായിട്ട് ഞാൻ പറഞ്ഞേ? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസാണ്. അന്നേരം അതുപോലെ തന്നെ ഫീബിളായിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്, ചെറിയ തോതിലുള്ള അട്രാക്ഷനേ ഉള്ളൂ. പക്ഷേ മറ്റേത് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇത് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി മാഗ്നറ്റിക് ഫീൽഡാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനുണ്ട്. അതിന് ഞാൻ ബിസി മ്യൂസ് എന്ന് പേരിട്ട് വിളിച്ചു. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ളതൊക്കെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ എൻട്രൻസിലൊക്കെ പഠിപ്പിക്കാൻ നേരം ഇതൊക്കെ പറയുന്നതാണ്. കാരണം എക്സാമ്പിൾ ഒരുപാട് ഓർത്തിരിക്കാൻ വേണ്ടി. അന്നേരം ബിസി മ്യൂസ് എന്ന് പറഞ്ഞാൽ ബിസ്മത്ത്, സിൽവർ, മെർക്കുറി, വാട്ടർ, സിങ്ക്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ 2 എക്സാമ്പിളോടെ പഠിച്ചു. ഇത് പഠിക്കുവാണെങ്കിൽ ഈ ബിസി മ്യൂസ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഗോൾഡും ടിന്നും പഠിക്കും. അന്നേരം ബിസ്മത്ത്, സിൽവർ, മെർക്കുറി, വാട്ടർ, സിങ്ക്, ഗോൾഡ്, ടിന്ന്. ഓക്കെ, പ്രോപ്പർട്ടീസ് ആ 2 എണ്ണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയാണ്, വേറെ ഒന്നുമല്ല. മറ്റേടത്ത് 2 സ്മോൾ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇല്ല, നോ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരിടത്ത് വെച്ചാൽ അതിൻ്റെ ലെങ്ത് റൈറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി <1 ആണ് എന്ന് പറഞ്ഞാൽ 0.9 0.8 ഒന്നിനെക്കാട്ടി കുറവാകുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി എല്ലാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. സസെപ്റ്റിബിലിറ്റി സ്മോൾ ആണ്, നെഗറ്റീവ് ആണ്. സ്മോൾ ആണ് പോസിറ്റീവ് ആണെങ്കിൽ ഏതാ? പാരാമാഗ്നറ്റിക്. ലാർജും പോസിറ്റീവ് ആണെങ്കിൽ ഫെറോമാഗ്നറ്റിക്. സ്മോളും നെഗറ്റീവ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കണ്ടോ, ഇത് നല്ല കിടുകാഴ്ചയായിട്ട് പഠിക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് ഹിസ്റ്റീരിയസ് കർവ്. ഞാനതിനെ ഒരുപാട് ഇതായിട്ട് പോകുന്നില്ല, എന്നാലും ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ഇരുമ്പ് ദണ്ടിനെ, അയൺ റോഡിനെ നമ്മൾ ചൂടാക്കുമ്പം അതിൻ്റെ വ്യത്യസ്തമായ സ്റ്റേജസ് വരുന്ന ഒരു കർവാണ് ഈ മാഗ്നറ്റിക് ഹിസ്റ്റീരിയസ് കർവ്. അതിനകത്ത് ഒരു പോയിന്റിൽ, അതായത് നമ്മൾ എച്ചും ബിയും ഉണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡും ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ഇത് കൂടി ഇതാണ്ട് ഈ എയിൽ വരുമ്പം അതിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ വാല്യൂ. സാച്ചുറേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് പിന്നെ ഇൻക്രീസും ഡിക്രീസും ഒക്കെ നടക്കുന്നത്. പിന്നെ ഒരിടത്ത് ബി 0 ആകും, ഒരിടത്ത് എച്ച് 0 ആകും. അങ്ങനെ ഒരു പോയിൻ്റാണ്. നിങ്ങൾ ഈ പോയിൻ്റ് മാത്രം ഒന്ന് പഠിച്ച് നല്ലപോലെ ഒന്ന് എഴുതിയാൽ മതി. റിറ്റൻറ്റിവിറ്റിയും കൊയേഴ്സിവിറ്റി അത്ര ഓർത്തിരുന്നാൽ മതി. പിന്നെ ഹിസ്റ്റീരീസ് എന്തെന്ന് ചോദിച്ചാൽ ദി ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്. ഒരിക്കലും ബി 0 ആകുന്നിടത്ത്, അങ്ങനല്ല ഇത് എക്സും വൈ എക്സും ഉണ്ടെങ്കിൽ ബി 0 ആകുന്നിടത്ത് എച്ച് 0 ആകത്തില്ല, എച്ച് 0 ആകുന്നിടത്ത് ബി 0 ആകത്തില്ല. 2 സുഹൃത്തുക്കളുണ്ടെങ്കിൽ 2 സുഹൃത്തുക്കൾ ഒരേ അഭിപ്രായം വരുന്നത് വളരെ അപൂർവമാണ്. അതുപോലെ ബി 0 ആകുന്നിടത്ത് എച്ച് 0 ആകത്തില്ല, എച്ച് 0 ആകുന്നിടത്ത് ബി 0 ആകത്തില്ല. എപ്പോഴും ലാഗുണ്ട്. ചില സിനിമകളിലൊക്കെ കൂട്ട് ലാഗുണ്ട്. ആ ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ചിനെ പറയുന്ന പേരാണ് ഹിസ്റ്റീരീസ്. മൊത്തത്തിൽ ഈ കർവിനെ പറയുന്ന പേരാണ്
CDEFGA പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ്. പലപ്പോഴും അത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ എനർജി ലോസാണ്. ഇത് മൊത്തത്തിൽ ഈ ഇരുമ്പ് തണ്ട് അയൺ റോഡ് ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ എന്ത് സംഭവിക്കും? അതിൻ്റെ എനർജി ലോസ് സംഭവിക്കും. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി. ചേട്ടനകത്ത് ഇതൊന്നുമില്ല. പെർമനൻറ്റ് മാഗ്നറ്റ്, ക്യൂറീസ് ലോ, ഡൈനാമോ എഫക്റ്റ് ഇതൊന്നുമില്ല. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് കഴിയും. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടുത്ത ചാപ്റ്ററാണ്. അതിനകത്ത് നമുക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 2 ലോസേ ഉള്ളൂ ഇതിനകത്ത്, LAWS. ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പ്രധാനമായിട്ടും 2 ലോസ് ആണ്. ഒന്ന് ഫാരഡേസ് ലോയും 2 ലെൻസസ് ലോയും. എന്താണ് ഫാരഡേസ് ലോ? ഒരെണ്ണം പഠിച്ചാൽ മറ്റേ എളുപ്പമാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ദി സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി സർക്യൂട്ട്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും സ്മോൾ ആണ്. സാറിന് EMF ക്യാപിറ്റൽ ആണ്. ഇൻഡ്യൂസ്ഡ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക്ഷനിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഡ്യൂസ്ഡ് EMF എല്ലാം സ്മോൾ ഇയും ഇൻഡ്യൂസ്ഡ് കറണ്ട് എല്ലാം സ്മോൾ ഐയുമാണ്. അന്നേരം സ്മോൾ ഇ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഫ്ലക്സ് ഫൈ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു d∅dt. ഇത് പഠിച്ചാൽ ലെൻസസിലോ എളുപ്പമില്ലേ? നിങ്ങൾ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഇ ഈസ് ഈക്വൽ ടു -d∅dt. കാരണം ഇൻഡ്യൂസ്ഡ് EMFൻ്റെയും റേറ്റ് ഓഫ് ഫ്ലക്സിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇ ഈസ് ഈക്വൽ ടു -d∅dt. ഒരു മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. രണ്ട് ലോ ആയിട്ട് മാറി, ഫാരഡേസ് ലോയും ലെൻസസ് ലോയും. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് സിലബസിലില്ല, ഡിലീറ്റഡ് പോർഷനാണ് എഡി കറണ്ട് കേട്ടോ. ലെൻസസ് ലോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലെൻസസ് ലോയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അഗാധമായ ബന്ധമാണ്. വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് മേടിക്കാം. ലെൻസസ് ലോയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. നമുക്ക് കറണ്ടാണ് കിട്ടേണ്ടത്, ഇലക്ട്രിക്കൽ എനർജി. അതിനാണ് 2 മാർക്ക്. അതല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരു എനർജിയിൽ നിന്ന് മറ്റൊരു എനർജിയിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. നല്ല മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ദെയർഫോർ ലെൻസസ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പിന്നെ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കോയിലിൽ തന്നെ അവിടെ EMF ഉണ്ടായി, ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് EMF ഉണ്ടായി കറണ്ട് ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരാടെ പിൻബലം കൊണ്ടാണ്. ഒറ്റ കോയിലേ ഉള്ളൂ, ഒരാടെ പ്രസൻസ് കൊണ്ട് അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, EMF ഉണ്ടാകുന്നു, കറണ്ട് ഉണ്ടാകുന്നു. ഇതെല്ലാം ഒറ്റ കോയിലിൽ നടക്കുവാണെങ്കിൽ അത് സെൽഫ് ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ 2 കോയിലുണ്ട്, ഒരു കോയിലിൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റേ കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് EMF ഉണ്ടായി കറണ്ട് ഉണ്ടാകുവാണെങ്കിൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിനകത്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നൊക്കെയുള്ള പ്രോസസ്സ്, അതിൻ്റെ ഫോർമുലയൊക്കെ പഠിക്കുക. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഇതൊക്കെ വളരെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞ് തരാതെ തന്നെ നിങ്ങൾ ഈ നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനർജി ഡെൻസിറ്റി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ വേണ്ട, അത് ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നമുക്കൊന്നിലോട്ട് പെട്ടെന്നൊന്ന് കണ്ണോടിച്ചിട്ട് വരാം. Phi ഈസ് ഈക്വൽ ടു Li. സെൽഫ് ഇൻഡക്റ്റൻസിനുള്ള ഇക്വേഷനാണ്, നമ്മളിവിടെ പഠിക്കുന്നൊരു ഇക്വേഷനാണ് കേട്ടോ. ഇതാണ് Phi ഈസ് ഈക്വൽ ടു Li. നമ്മൾ നേരത്തെ സെൽഫ് ഇൻഡക്റ്റൻസിനകത്ത് പഠിക്കുന്ന ഇക്വേഷനാണ്. Phi ഈസ് ഈക്വൽ ടു Li. ഫ്രം ലെൻസസ് ലോ ഈസ് ഈക്വൽ ടു -d∅dt. എനർജി ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. നമ്മൾ പറയത്തില്ലേ നെഗറ്റീവ് എനർജി വേണ്ട, പോസിറ്റീവ് വൈബാണ്, പോസിറ്റീവ് എനർജി വേണം. അന്നേരം മൈനസ് അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പിംഗ് ദി നെഗറ്റീവ് സൈൻ. അന്നേരം E ഈസ് ഈക്വൽ ടു d∅dt. E ഈസ് ഈക്വൽ ടു d/dt. d/dt ഫൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? Li എന്ന് കൊടുക്കാം. അന്നേരം E ഈസ് ഈക്വൽ ടു d/dt ഓഫ് Li. L കോൺസ്റ്റൻ്റാണ്, കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ്. അന്നേരം E ഈസ് ഈക്വൽ ടു L പുറത്തെടുത്തു, L ഇൻറ്റു di/dt. ഇക്വേഷൻ നമ്പർ 4. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. അന്നേരം W ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അതിൽ നിന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം അല്ലേ. പവറിന് പകരം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. P ഈസ് ഈക്വൽ ടു VI. അങ്ങനെയാണ് ഈ ഇക്വേഷൻ. W ഈസ് ഈക്വൽ ടു VI ഇൻറ്റു T. ചെറിയ വർക്കാണെങ്കിൽ dW ഈസ് ഈക്വൽ ടു VI/dt. സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻഡ്യൂസ്ഡ് കറണ്ടാണ്. ഇവിടുത്തെ ക്യാപിറ്റൽ ഐ മാറി സ്മോൾ ഐ. ചെറിയൊരു വർക്ക് ആയതുകൊണ്ട് dW ഈസ് ഈക്വൽ ടു VI/dt.
വിക്ക് പകരം നമുക്ക് ഇ എന്ന് കൊടുക്കാം. നമ്മളങ്ങനെയാണ് പലപ്പോഴും കൊടുത്തേക്കുന്നത്. പൊട്ടൻഷ്യന് പകരം നമുക്ക് ഇ എം എഫ് എന്ന് കൊടുക്കാം. ഇവിടെ വിക്ക് പകരം ഞാൻ സ്മോൾ ഇ എന്ന് കൊടുക്കുന്നു. കാരണം ഇവിടെ അല്ല യൂസ് ചെയ്യുന്നത് ഇൻഡ്യൂസ് ഡി എം എഫ് ആയതുകൊണ്ട്. അതായത് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ ഐ ഡി ടി ഇക്വേഷൻ നമ്പർ 5. ഇനി വേണ്ട ഇക്ക് പകരം നമുക്ക് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് കൊടുക്കാം. അത് നിങ്ങൾ നോക്കിയാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 in 5 ഇക്ക് പകരം ഡി ഡബ്ല്യു സി എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ ഇൻറ്റു ഡി ടി. പിന്നെ അത് ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? ഡി ടിയും ക്യാൻസൽ. ബാക്കി എൽ ഉണ്ട്, ഐ ഉണ്ട്, ഡി ഐ ഉണ്ട്. അതാണ് ഡി ഡബ്ല്യു സി ഈക്വൽ ടു എൽ ഐ ഡി ഐ. ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഇൻ്റഗ്രേഷൻ. നിങ്ങൾ ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിച്ച് നല്ല കിടുകാച്ചിയാണ് ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേഷനെ സിമ്പിൾ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അത് നമുക്കറിയാം. ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റും ഉണ്ട്, അപ്പർ ലിമിറ്റും ഉണ്ട്. ഒരു ഇൻഡക്ടറിനകത്ത് കറണ്ട് ഇല്ലെങ്കിൽ 0യും മാക്സിമം കറണ്ട് ആണെങ്കിൽ I0യും. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ 0 to I0 എൽ ഐ ഡി ഐ. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തു. 0 to I0 ഐ ഡി ഐ. ഇവിടെ ഐ ഉണ്ട്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാടി? x²/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഐ ഡി ഐ എന്ന് പറഞ്ഞാൽ I²/2 0 to I0. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എന്നാൽ ഡബ്ല്യു ഇസ് ഈക്വൽ എൽ ഇൻറ്റു I0²/2 മൈനസ് 0²/2. 0²/2 അങ്ങ് വെട്ടിപ്പോയി. എന്നാൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൽ I0²/2. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോറിന് തുല്യമാണ്. എന്നാൽ ഇവിടെ വർക്ക് കണ്ടുപിടിച്ചു, അത് എനർജിക്ക് തുല്യമാണ്. യു ഇസ് ഈക്വൽ ടു ഹാഫ് എൽ I0². അതായത് ഇതാണ് എനർജി സ്റ്റോർഡ്. നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടം റിപ്പീറ്റ് കേട്ട് നോക്കിയിട്ട് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ സംഗതി കുശാറാണ്. ഇതും വെരി ഇമ്പോർട്ടൻറ്റ്. മോഷൻ ഇ എം എഫ് ഇങ്ങനെയും ചോദിക്കും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് എ സ്ട്രേറ്റ് കണ്ടക്ടർ മൂവിങ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അന്നേരം നിങ്ങൾ മാഷ് പഠിപ്പിച്ച് ഇതായിട്ട് അങ്ങ് ഓർത്തിരിക്കുക. വളരെ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ ആണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കണ്ട് ഇങ്ങനെ കിട്ടും. ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. സ്മോൾ ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. മോഷണൽ ഇ എം എഫ് കൂടെ പഠിച്ചോണം. അന്നേരം രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ. ഒന്ന് മാഗ്നറ്റിസം, രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് കയറാം. അടുത്ത നമ്മൾ ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. പലരുടെയും പേടി സ്വപ്നമായ ഒരു ചാപ്റ്ററാണ് എ സി. ഓക്കെ, എ സി കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, പക്ഷെ അത് പഠിക്കുമ്പോൾ ഇച്ചിരി ഹോട്ടാണ്, കോൾഡ് അല്ല. ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്, വളരെ സിമ്പിളായിട്ട്. ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് കറണ്ട് അലോങ് ദി വൈ ആക്സിസ്. ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ. ദി സ്റ്റഡി കറണ്ട് വിച്ച് ഡസ് നോട്ട് വേരി വിത്ത് ടൈം. അത്രയേ ഉള്ളൂ. ടൈമിനനുസരിച്ച് സ്റ്റഡി ആയിട്ടുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട്. എന്നാൽ ടൈമിനനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ മാറുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ദി ഡയറക്ഷനാണ്, ഡയമെൻഷൻ അല്ല. ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് produced by the movement of magnet in opposite direction continuously changes. The current which changes in direction at regular intervals is called alternating current അല്ലെങ്കിൽ എ സി. എപ്പോഴും എ സിയുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, പിന്നെ എ സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ ഈ പടം വരയ്ക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതാണ്ട് ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇ ഈസ് ഈക്വൽ ടു E0 sin omega t. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ആണ്ടേ, ഇത് 0 ഡിഗ്രി എന്ന് വിചാരിക്കുക. ഇത് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇപ്പം ഞാൻ 5 ഡിഗ്രി തിരിച്ചു. ഏതൊക്കെ? 0, 90, 180, 270, 360. അതുകൊണ്ട് ഈ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്നാണ്. അന്നേരം ഒമേഗ ടിയുടെ സ്ഥാനത്ത് ആദ്യം ഇ ഈസ് ഈക്വൽ ടു E0 sin 0 എന്ന് കൊടുക്കുക. അന്നേരം നമുക്ക് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. മനസ്സിലായോ? കേസ് 1 വർക്കിംഗ് വളരെ സിമ്പിളാണ്. ആദ്യം അടുത്തടുത്ത് ഒമേഗ ടി എന്ന് പറഞ്ഞ തീറ്റയാണ്. അടുത്തത് തീറ്റ കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് കൊടുക്കുക. എന്നിട്ട് ഇ ഈസ് ഈക്വൽ E0 sin 90. എന്നിട്ട് ഇ ഈസ് ഈക്വൽ ടു E0 എന്ന് കിട്ടും. E0 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇ എം എഫ് ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ കേസിൽ തീറ്റ ഒമേഗ ടി എന്ന് പറയുമ്പോൾ 0, 90 കഴിഞ്ഞാൽ പിന്നെ എത്ര? 180 കൊടുക്കുക. 180 കൊടുക്കുമ്പോൾ വീണ്ടും ഇ എന്ന് പറയുന്നത് 0യിൽ വന്നു. ഇനി അടുത്തത് തീറ്റ എന്ന് പറയുന്ന ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 270 കൊടുക്കുക. എന്നിട്ട് E0 sin 270. sin 270 എന്ന് പറഞ്ഞാൽ -1 ആണ്. എന്നിട്ട് ഇ ഈസ് ഈക്വൽ ടു -E0 എന്ന് കിട്ടും. ലാസ്റ്റ് കേസ് എസ് എന്ത് സിമ്പിളായിട്ട് പഠിക്കാമെന്നുള്ളതാണ്. 360 കൊടുക്കുക തീറ്റയ്ക്ക് വരാം, അല്ലെങ്കിൽ ഒമേഗ ടിക്ക് വരാം. എന്നിട്ട് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് വീണ്ടും കിട്ടും.
അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വേണ്ടേ, ഇത് 0, ഇതല്ലയോ മാക്സിമം. മാക്സിമം വരുമ്പോൾ എത്രയാണ്? π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി. ഇവിടെ വീണ്ടും 0 വന്നു അല്ലേ, അന്നേരം അതിനെ π അല്ലെങ്കിൽ 180. ഇവിടെ വീണ്ടും കണ്ടോ മാക്സിമം ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് -E0 എന്ന് കിട്ടി. അതുകൊണ്ട് 270യെ നമുക്ക് 3π/2 എന്ന് എഴുതാം. 3 × 180 540, 540/2 270. വീണ്ടും ഇങ്ങോട്ട് വന്നു 2π 360. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ഇത് EMF എന്നും കൊടുക്കാം, കറണ്ട് എന്നും കൊടുക്കാം. ഇത് EMFൻ്റെ ഗ്രാഫാണ്, ഇപ്പുറത്ത് കറണ്ടിൻ്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ. അതുപോലെ തന്നെ ഇതൊരു എസ്ഐഡ് എടുക്കാം. നിങ്ങൾ ആലോചിക്കുക, എന്ത് സിമ്പിളായിട്ടൊരു എസ്ഐ. E=E0 sin ωt. 5 കേസ് ഞാൻ ഈ പറഞ്ഞ 0, 90, 180, 270, 360. പിന്നെ RMS വെലോസിറ്റി. IRMS എന്ന് പറഞ്ഞാൽ I0/√2. RMS പറഞ്ഞാൽ E0/√2. VRMS പറഞ്ഞാൽ V0/√2. I0യും E0 എല്ലാം മാക്സിമം കറണ്ട്, മാക്സിമം EMF, മാക്സിമം വോൾട്ടേജുമാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനം LCR സർക്യൂട്ടാണ്. അതെല്ലാ സ്കൂളിലും പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. LCR സർക്യൂട്ട് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. LCR സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം പഠിക്കണം. ഇത് വളരെ സിമ്പിളായിട്ടാണ്. 2-3 സ്റ്റെപ്പ് നിങ്ങൾ കാണാൻ പഠിച്ചാൽ മതി. ഇതാണ്ട് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് പഠിച്ചാൽ മതി. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ. ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് ദി വോൾട്ടേജ് ഓഫ് ആൻ AC. ACയുടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്നവരാണ് ട്രാൻസ്ഫോമർ. 2 തരം ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഓക്കെ. അതിനകത്ത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 എഴുതാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. എന്താണ് ട്രാൻസ്ഫോമർ പറഞ്ഞു? സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും പറഞ്ഞു. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് VS/VP = NS/NP. പ്രോബ്ലത്തിൽ ചോദിക്കാം. VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി, NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. പിന്നെ ഇതാണ് സ്ഥിരം ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യനിടെ 3 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ 4 എണ്ണമാണ്. കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്റീരീസ് ലോസ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറിൻ്റെ വയറാണ്, തിന്നായിട്ടുള്ള കോപ്പറിൻ്റെ വയറാണ്. അന്നേരം സ്വാഭാവികമായിട്ടും കോപ്പർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹീറ്റ് പാസ് ചെയ്യും. ഹീറ്റ് പാസ് ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അതിനകത്തോട്ട് പാസ് ചെയ്യുമ്പോഴത്തേന് ഇതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹീറ്റ് ലോസ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ലോസ് ഉണ്ടാകും. അന്നേരം തിൻ വയറിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? തിക്ക് വയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ ലോസ് ഒഴിവാക്കാം. അന്നേരം കോപ്പർ ലോസ് ഉണ്ടാകുന്നത് തിൻ വയർ ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് ലോസ് ഉണ്ടാകുന്നതാണ്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫ് ഇത് എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം, അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. കോപ്പർ ലോസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് തിക്ക് വയേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് തിൻ വയേഴ്സ്. അയൺ ലോസ്. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ സിലബസ് ഇല്ല എന്നാൽ പോലും ഈ മെറ്റലിൽ ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്നവരാണ് എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ട് മൂലം ഉണ്ടാകുന്ന ലോസിനെ പറയുന്നവരാണ് അയൺ ലോസ്. അത് മിനിമൈസ് ചെയ്യണമെങ്കിൽ ആ മെറ്റൽ പ്ലേറ്റിനെ നമ്മളങ്ങ് ലാമിനേറ്റ് ചെയ്യണം. നമ്മുടെ ബുക്കൊക്കെ പ്ലാസ്റ്റിക് കോട്ടിങ് കൊണ്ട് ലാമിനേറ്റ് ചെയ്യുന്ന പോലെ ആ മെറ്റൽ പ്ലേറ്റിനെ അങ്ങ് ലാമിനേറ്റ് ചെയ്താൽ അയൺ ലോസ് ഒഴിവാക്കാം. അയൺ ലോസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ലാമിനേറ്റിംഗ് ദി അയൺ കോർ. അടുത്ത മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിൽ നമ്മൾ 100% മാഗ്നറ്റിക് ഫ്ലക്സ് കൊടുത്തു. ഇപ്പുറത്ത് സെക്കൻഡറി കോയിൽ വന്നപ്പോൾ അത് 50%, 60%, 40% ലീക്കേജാണ്. അന്നേരം ഇങ്ങനെ എന്തായാലും അത് 100% പ്രൈമറി കൊടുക്കുന്ന സെക്കൻഡറി കിട്ടത്തില്ല. അന്നേരം നമ്മൾ പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിലൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അങ്ങ് വൈൻഡ് ചെയ്യും. വൈൻഡ് ചെയ്യുമ്പം നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് നമുക്ക് ഒഴിവാക്കാം. അന്നേരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ആണ് മൂന്നാമത്തത്. കണ്ട ബൈ വൈൻഡിങ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ്. അടുത്ത ഹിസ്റ്റീരീസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുമ്പം എന്തായാലും അവിടെ ഹീറ്റ് ലോസ് കണ്ടിപ്പാக ഉണ്ടാകും. അതിനെയാണ് ഹിസ്റ്റീരീസ് ലോസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുമ്പം ലോ ഹിസ്റ്റീരീസ് ലോസ് ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ ഹിസ്റ്റീരീസ് ലോസ് കുറയ്ക്കാം, മിനിമൈസ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങ് ചെയ്യാമെന്നല്ല പറയുന്നത്, മിനിമൈസ് ചെയ്യാം. ഓക്കെ, അത് നോക്കുക.
ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് വേണ്ട. പവർ ഫാക്ടർ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, സിമ്പിളായിട്ട് പഠിക്കണം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഡെറിവേഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാഷിനോട് ചോദിക്കുക. പിന്നെ ഇമ്പിഡൻസ് ട്രയാങ്കിളും. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ, കറണ്ടിനെ തടയുന്ന. എ സിയെ തടയാൻ, ഏത് കറണ്ടിനെയും തടയാനുള്ള റെസിസ്റ്റർ, എ സിയെ മാത്രം തടയുന്ന ഡിവൈസിനെ പറയുന്ന പ്രോപ്പർട്ടി പറയുന്ന പേരാണ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് ഈസ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി സർക്യൂട്ട് അഗൻസ്റ്റ് ദി ഫ്ലോ ഓഫ് എ സി ത്രൂ ഇറ്റ്. ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ ഇവിടെ വരച്ചേക്കുന്നത് നോക്കിയാൽ എ ബി സി. എ ബിക്കിടയിൽ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ആണ്. എന്നിട്ട് നമുക്ക് അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതിൽ നിന്ന് ഇസഡ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് ഇമ്പിഡൻസിനുള്ള ഇക്വേഷൻ. ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. 2 പവർ ഫാക്ടർ കണ്ടുപിടിക്കാം, കോസ് ഫൈ. അതാണ്ട് ഇതിനകത്തൊന്ന് ഫൈ ഇതാണെങ്കിൽ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, കോസ് ഫൈ ആർ ബൈ ഇസഡ് ഉണ്ടോ. അതാണ് രണ്ടാമത്തെ. 3 കറണ്ടും ഇ എം എഫും തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. പിന്നെ ഈ എക്സ്പ്രഷൻ ഇമ്പിഡൻസിൻ്റെ പഠിക്കണം. നാണ്ടി ഇവിടെ വരെ. കാരണം ഇതാണ് എ സിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എൽ സി ആർ സർക്യൂട്ട്, പവർ ഫാക്ടർ, ഇമ്പിഡൻസ്, എ സി സർക്യൂട്ട് വർക്കിംഗ്. അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനകത്തുള്ളതാണ്. എ സി സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ഞാൻ ഈ പറഞ്ഞ സിമ്പിളായിട്ട് പഠിക്കുന്നുണ്ട്. വാട്ട്ലെസ് കറണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട്ലെസ് കറണ്ട്. ഒരു എ സി സർക്യൂട്ടിനകത്ത് വാട്ട് എന്ന് പറഞ്ഞാൽ പവറാണ്. പവർ 0 ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള കറണ്ടിനെ പറയുന്ന പേരാണ് വാട്ട്ലെസ് കറണ്ട്. ദി കറണ്ട് ഇൻ എ സി സർക്യൂട്ട് ഈസ് വാട്ട്ലെസ് ഇഫ് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ദി സർക്യൂട്ട് ഈസ് 0. വാട്ട് എന്ന് പറഞ്ഞാൽ പവർ 0 ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്നവരാണ് വാട്ട്ലെസ് കറണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പഠിക്കുക. പിന്നെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിൽ നിന്ന് കൂടുതലൊരു ക്രിസ്മസ് പരീക്ഷയൊക്കെ ആകുമ്പോൾ 5-6 മാർക്കിൻ്റെ ചോദിക്കാമായിരിക്കും. മാക്സ്വെല്ലാണ് നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ, നമ്മുടെ തകർത്ത ഗ്ലെൻ മാക്സ്വെൽ അല്ല, ഇന്ത്യ ക്രിക്കറ്റ് കളിയുടെ ഗ്ലെൻ മാക്സ്വെൽ, എല്ലാവരും മാക്സ്വെലുണ്ട്. അങ്ങനെ ഓർത്തിരിക്കാം, മാക്സ്വെലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് സംഭാവന നൽകിയ സയൻറ്റിസ്റ്റ്. സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സോഴ്സ്, സ്രോതസ് അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ചാർജസ് ആണ്. ഓസിലേറ്റിംഗ് ചാർജസ് അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ചാർജസ്. പ്രോപ്പർട്ടീസ്, ഒന്ന് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ അതേ സ്പീഡാണ്. 2 ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചറാണ്. 3 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റഡ് ചാർജസ് ആൻഡ് ഓസിലേറ്റിംഗ് ചാർജസ്. അന്നേരം 1 ലൈറ്റിൻ്റെ അതേ സ്പീഡാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്. ട്രാൻസ്വേഴ്സ്, ലൈറ്റിൻ്റെ ഇത് പ്രാധാന്യമുള്ളതുകൊണ്ട് ലൈറ്റ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചറാണ്. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചറാണ്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റഡ് ചാർജസ് അല്ലെങ്കിൽ ഓസിലേറ്റ്, നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷനാണ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് എന്നാണ്, ഇലക്ട്രിക് ഫീൽഡിനും കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡിനും കൊടുത്തു. ഓക്കെ, അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഒപ്റ്റിക്കൽ എഫക്റ്റ്. ഒപ്റ്റിക്കൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് ഈ ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് അതിനെ നമ്മൾ ലൈറ്റ് വെക്ടർ എന്ന് പറയപ്പെടുന്നു. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ, സാധാരണ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജസ്, ചാർജുകളുടെ ഫ്ലോയ്ക്ക് വരുന്ന കറണ്ടാണ് സാധാരണ കറണ്ട്. അതിനെ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൽ ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന കറണ്ട് ആണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഇറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ ഒരു കണ്ടക്ടറിൽ ഫുൾ നമ്മുടെ കണ്ടക്ഷൻ കറണ്ട് തീർന്നാൽ ഒരു ചെറിയ പോയിൻ്റ് എങ്കിലും ഏത് കറണ്ട് കാണും? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കാണും. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കുക. വേണമെങ്കിൽ ഐ സി ഇസിക്കൽ ടു ഐ ഡി എന്ന് പറയുന്ന പ്രൂഫ് കൂടെ ഒന്ന് പഠിച്ചേക്കുക. നാണ്ടി ഇത് ഐ സി ഇസിക്കൽ ടു ഐ ഡി. പിന്നെ ഇതിൽ നിന്നാണ് സ്ഥിരം ചോദിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, RMI VUX ഗാമ. മാഷ എന്ത് എഴുതിയേക്കുന്നത് വെച്ചാൽ എല്ലാ വേവ്സിൻ്റെ ആദ്യത്തെ ലെറ്റർ ആടെ. RMI എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ് റേസ്, ഗാമ റേസ്. ഇത് 7 റേസ് ഉണ്ട്. ഈ 7 റേസ്
ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ വേവ് ലെങ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തയ്യാറായിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പ്രൊഡക്ഷനാണ് ഈ ഓസിലേറ്റിംഗ് സർക്യൂട്ട്, സ്പെഷ്യൽ വാക്യൂം ട്യൂബ്. എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? റേഡിയോസ്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷനിലും, മൈക്രോവേവ്സ് ഹൗസ് ഹോൾഡ് പർപ്പസിന് അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യുന്നത്, ഇൻഫ്രാറെഡിൻ്റെ പ്രൊഡക്ഷൻ, എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് പാരാലിസിസിനും സ്കിൻ ഡിസീസസിനും ഉപയോഗിക്കുന്നത്. വിസിബിൾ ലൈറ്റും അതേ പ്രൊഡക്ഷൻ തന്നെയാണ്, എക്സൈറ്റേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് തന്നെ സെൻസേഷൻ ഓഫ് വിഷന് വേണ്ടിയാണ്. പിന്നെ UV റേസ്, എക്സ്ട്രീംലി ഹൈ ബോഡി ടെമ്പറേച്ചർ എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ് എയർ ആൻഡ് വാട്ടർ, വെള്ളവും വായുവൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? നമ്മുടെ UV റേ ആണ്. അത് UV റേസിൻ്റെ പ്രത്യേകതയാണ്. എക്സ്റേ എന്ന് പറഞ്ഞാൽ ബൊംബാർഡിങ് ഓഫ് വെരി ഹൈ എനർജി ഇലക്ട്രോൺസ്. ബൊംബാർഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചുമ്മാ രണ്ടുപേരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെള്ളുവാണെങ്കിൽ അത് സ്ട്രൈക്ക് എന്ന് അല്ലെങ്കിൽ കൊളീഷൻ എന്ന് പറയും. ബാഹുബലിയും KGF കൂടെ തമ്മിൽ ഇടിക്കുകയാണെങ്കിൽ അതിനെ ബൊംബാർഡിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നല്ല എനർജിയുള്ള ഇലക്ട്രോൺസ് തമ്മിൽ കൂട്ടി ഇടിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നവരാണ് ബൊംബാർഡിങ്. അതിൽ നിന്ന് വരുന്ന റേ ആണ് എക്സ്റേ. എക്സ്റേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കുന്നത് നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ എക്സ്റേ എടുക്കുക. അന്നേരം മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നതാണ് എക്സ്റേ. അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ യൂസസ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കുക. ഗാമ റേ ഏഴാമത് പറഞ്ഞെങ്കിലും വളരെ പ്രാധാന്യമുള്ളവനാണ്. അതിനെ മോശക്കാരനായിട്ട് നമ്മൾ കാണാൻ പറ്റത്തില്ല. ന്യൂക്ലിയർ റിയാക്ഷൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഫ, ബീറ്റ, ഗാമ, അത് ഈ ഗണത്തിൽ വരുന്നവനാണ് ഗാമ റേ. ഈ 7 റേയിലും ഏഴാമത് കിടക്കുന്നതാണെങ്കിൽ ഡേഞ്ചറസ്, ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് റേ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റേ എന്ന് പറയുന്നത് ഗാമ റേ ആണ്. കാരണം നമുക്ക് ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന കോസ്മിക് കിരണങ്ങളിൽ, കോസ്മിക് റേയിൽ ഈ ഗാമ റേ പ്രസൻ്റ് ആണ്. പക്ഷേ ഡേഞ്ചറസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ചിലർ കണ്ടില്ലേ, ചിലപ്പോൾ നമ്മളവരെ വീട്ടുകളെയാകും, വെറും കാര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം ചില കാര്യങ്ങൾ ഉപകരിക്കും. ഈവൻ ഉപകരിക്കുന്ന വലിയൊരു കാര്യത്തിനാണ് ഇന്ന് നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഗാമ റേ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ പെനിട്രേറ്റിംഗ് പവർ, മാംസത്തിൽ പോലും തുളച്ച് കയറാനുള്ള കഴിവ് ഈ ഗാമ റേക്കുണ്ട്. ഓക്കെ, അന്നേരം ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ, അന്നേരം അതിൻ്റെ പ്രൊഡക്ഷൻ യൂസസ് നിങ്ങളെല്ലാവരും 7 റേയുടെ പഠിക്കുക. ഇത് ഉറപ്പായിട്ടും ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ പറ്റിയതാണ്. പിന്നെ ഇക്വേഷൻ ഫോർ ട്രാവലിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഇതാണ്ട് ഈ 5 ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം. EX = E0 sin KZ - ωt, BY = B0 sin KZ - ωt, λ = 2π/k, ω = 2πf, C = E0/B0. ഈ 5 ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കും. ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ പ്രോബ്ലം മാത്രമായിരിക്കും ചോദിക്കുന്നത്. അന്നേരം അതിൻ്റെ താണ്ടെ മഷാണ്ട് ടിക്ക് ചെയ്തിട്ടുണ്ട്. താണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 5 മാർക്ക് ഉറപ്പിക്കാം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒന്നും പഠിക്കേണ്ട, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ടോപ്പിക്കാണ്. അന്നേരം നമ്മളിപ്പം കടന്നുപോയ ചാപ്റ്ററുകൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ, 4 ചാപ്റ്റർ നമ്മൾ കടന്നുപോയി. റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും നമുക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാം. ഓക്കെ, ഉറങ്ങരുത് കേട്ടോ. അടുത്തത് നമ്മുടെ ഏറ്റവും ഭീമാകാരനായ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. കുറച്ച് എളുപ്പമാർഗ്ഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തുടങ്ങുന്ന റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷൻ എന്തുവാന്ന് നിങ്ങളൊന്ന് പഠിച്ചേക്കണം. ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്തായാലും പഠിക്കണം. ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലോ ഇതാണ്: ദി ഇൻസിഡൻറ്റ് റേ, വന്ന് വീഴുന്ന റേ, ദി റിഫ്രാക്റ്റഡ് റേ, ബെൻഡ് ചെയ്യുന്ന റേ, ആൻഡ് ദി നോർമൽ ടു ദി സർഫസ് ഓഫ് സെപ്പറേഷൻ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. നിങ്ങൾ നോക്കിയാൽ മതി, ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ, ഇതാണ് നോർമൽ. ഇതെല്ലാം ഒറ്റ പ്ലെയിനിലാണ് വന്ന് വീഴുന്നത്. ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്ന ഒരു പ്ലെയിനിൽ, റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ആ പ്ലെയിനിൽ നിന്ന്, ആ സർഫസിൽ നിന്നാണ്, നോർമൽ കടന്നു പോകുന്ന സർഫസിലാണ്. ഇതെല്ലാം ഒറ്റ പ്ലെയിനാണെന്നുള്ളതാണ് ആദ്യത്തെ ലോ. രണ്ടാമത്തെ ലോയെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, സ്നെൽസ് ലോ എന്ന് പറയുന്നുണ്ട്. സ്നെൽസ് ലോ, റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദി ആംഗിൾ. അവിടെ സൈൻ്റെ സ്പെല്ലിങ് പലരും തെറ്റിക്കാറുണ്ട്, ചെറുതായാലും നമുക്ക് സ്പെല്ലിങ് അവിടെ കറക്റ്റ് ആയിരിക്കണം. SINE ആണ്. സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ sin I/sin r ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. sin I/sin r ഈസ് ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റ് നമ്മൾ n എന്ന് കൊടുക്കുക, വേർ n ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ഓക്കെ, അന്നേരം അതാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. sin I/sin r ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. sin I/sin r ഈസ് ഈക്വൽ ടു n, വേർ n ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്: നേച്ചർ ഓഫ് ദി മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, കളർ ഓഫ് ലൈറ്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്ക് ക്രിട്ടിക്കൽ ആംഗിൾ ഒന്ന് നോക്കുക.
ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നോക്കുക. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ രണ്ട് കണ്ടീഷൻസ് ഒന്ന് ഓർത്തേക്കുക. ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ഇൻ ടു റെയർ മീഡിയം. ലൈറ്റ് ഉറപ്പായിട്ടും ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിൽ കൂടിയിരിക്കണം. ഓക്കെ, അത് മിറാഷ് ഒന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അത് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കിയിരിക്കുന്നതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളിലാണ് തന്നേക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എസ്സേ ഇതാണ്, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചേക്കുന്ന എസ്സേ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, n = sin a+d/2 ബൈ sin a/2. ഇത് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഇക്വേഷൻ. അതിനകത്തൊരു ID ഗ്രാഫുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷൻ വെച്ചൊരു ഗ്രാഫുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇക്വേഷൻ കിട്ടും. ഇത് നിങ്ങൾക്ക് നോട്ടിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ല, ഇതല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഞാനത് ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് പോകാം. അന്നേരം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്, ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ്. നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ നോക്കുക, ഞാൻ നോട്ടിനകത്ത് ഇട്ടതൊക്കെ ഇതിന് സംശയം കൊണ്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എസ്സേ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഇതാണ് അതിൻ്റെ പടം. ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് = ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ലോസ് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചേക്കുക. സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കൽ ലെങ്ത്, ഒപ്റ്റിക് സെൻറ്റർ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചേക്കുക. പിന്നെ പവർ ഓഫ് എ ലെൻസ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. P = 1/f. യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയോപ്റ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പവർ ഓഫ് എ ലെൻസ് പോസിറ്റീവ് ഫോർ എ കോൺവെക്സ് ലെൻസ് ആൻഡ് നെഗറ്റീവ് ഫോർ എ കോൺകേവ് ലെൻസ്. ഇത് ഓർത്തിരിക്കുക. മാഗ്നിഫിക്കേഷൻ പഠിക്കുക. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഓർത്തിരിക്കുക. M = V/U. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ U, V, R മറ്റൊരു എസ്സേ ആണ്, U, V and R. അത് നമുക്ക് ലാസ്റ്റ് ചെയ്താണ്ട് ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷനാണ്, N2 - N1/R = N2/V - N1/U. ഇതിനെക്കാട്ടി കൂടുതൽ വട്ടം ചോദിച്ചേക്കുന്ന എസ്സേയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അതായത് 1/V - 1/U = 1/f. ഇതാണ് ഏറ്റവും കൂടുതൽ വട്ടം ഈ 3 എസ്സേയിൽ. ഇപ്പം ഞാൻ ഈ 3 എസ്സേ പറഞ്ഞു, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ U, V and R. ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചേക്കുന്ന 2 എസ്സേ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസവും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. പിന്നെ മാഗ്നിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് U and F. അതായത് എമ്മിനെ യുവിൻ്റെയും എഫിൻ്റെയും ടേംസിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1/V - 1/U = 1/f എടുത്തിട്ട് 1/f എടുത്തിട്ട് U and Fൻ്റെ ടേംസിലാണെങ്കിൽ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ U, V and F ആണെങ്കിൽ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ V. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അവിടെ ലാസ്റ്റ് ഉത്തരം വരുമ്പോൾ U and F ആണെങ്കിൽ ലാസ്റ്റ് ഉത്തരത്തിൽ എമ്മും എഫും യുവും മാത്രമേ കാണത്തുള്ളൂ, V കാണത്തില്ല. V and F ആണെങ്കിൽ എമ്മും എഫും V കാണത്തുള്ളൂ, U കാണത്തില്ല. ഓക്കെ. പിന്നെ ലോ ഓഫ് ഡിസ്റ്റൻസ് ഇത് വേണ്ട, നമുക്ക് മിറർ ഇക്വേഷൻ വേണം. അതായത് 1/V + 1/U = 1/f എന്നുള്ളത് വേണം. 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒപ്റ്റിക്കൽ ഡിഫക്ട്സ് ഓഫ് ദി ഐക്കകത്ത് മയോപ്പിയ, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, പ്രസ്ബയോപ്പിയ. 4 ഡിഫക്റ്റ് നോക്കുക. അതെങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളത് നോക്കുക. ഷോർട്ട് സൈറ്റ് കറക്റ്റ് ചെയ്യുന്ന കോൺകേവ് ലെൻസാണ്, മറ്റേത് കറക്റ്റ് ചെയ്യുന്ന ലോങ് സൈറ്റ് കറക്റ്റ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസാണ്, അസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ലെൻസാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡിസ്പെർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൽ എപ്പോഴും ഓർത്തേക്കുക 2 എസ്സേ ഇതിനകത്തുനിന്ന് ഉറപ്പാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിക്കുമ്പോൾ അതിൻ്റെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ പടം നന്നായിട്ട് വരയ്ക്കുക. ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഒപ്റ്റിക് സെൻറ്ററിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലാണ് ഇമേജ് കിട്ടുന്നത്, സെയിം സൈഡ് ഓഫ് ദി ലെൻസാണ്. നേച്ചർ ഓഫ് ദി ഇമേജ് ഈസ് മാഗ്നിഫൈഡ് എന്ന് എഴുതി ചേർക്കുക. മാഗ്നിഫൈഡ്, വെർച്വൽ ആൻഡ് ഡിറക്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ആംഗുലർ മാഗ്നിഫിക്കേഷൻ എഴുതുക. സിമ്പിളാണ്. ലിമിറ്റേഷൻസും യൂസസും പഠിക്കുക. ഇത്രയും സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വേണ്ടതാണ്. ഇതേപോലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലും പടം വരച്ച് പഠിക്കുക. അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഇമേജ് വെച്ചേക്കുന്നത് ഓർത്തുക. ആംഗിൾ മാഗ്നിഫിക്കേഷൻ പഠിക്കുക, അഡ്വാൻറ്റേജ് പഠിക്കുക. അത്രയാണ് 5 മാർക്ക്. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സിമ്പിൾ മൈക്രോസ്കോപ്പിനാണെങ്കിൽ ഒറ്റ കോൺവെക്സ് ലെൻസേ ഉള്ളൂ, മറ്റേതിനകത്ത് 2 കോൺവെക്സ് ലെൻസ് ഉണ്ട്. മാഗ്നിഫൈയിങ് പവർ ലോ ആണ്, മറ്റേടത്ത് മാഗ്നിഫൈയിങ് പവർ ഹൈ ആണ്. നേച്ചർ ഓഫ് ദി ഇമേജ് മാഗ്നിഫൈഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്, മറ്റേടത്ത് മാഗ്നിഫൈഡ്, വെർച്വൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ലെൻസിൻ്റെ ഡിഫക്റ്റ് എല്ലാം ഉണ്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ, ലെൻസിൻ്റെ ഡിഫക്റ്റ് ഒന്നുമില്ല കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ. ഇത് ഓർത്തിരിക്കുക.
ടെലിസ്കോപ്പിൽ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ഇതുപോലെ പഠിക്കുക, ലിമിറ്റേഷൻസ് ഉൾപ്പെടെ പഠിക്കുക. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. റിസോൾവിംഗ് പവർ നിങ്ങൾക്ക് ഇപ്പം വേണ്ടാന്ന് പറയുന്നു, അതുകൊണ്ട് അത് നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ ഒരേ ഒപ്റ്റിക്സിനകത്ത് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് നോട്ടിൽ നിന്ന് വളരെ ക്ലിയർ പിക്ചർ കിട്ടും. വേവ് ഒപ്റ്റിക്സിനകത്ത് പോളറൈസേഷൻ അതൊന്ന് എന്താണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ, എന്താണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ, പിന്നെ ലോ ഓഫ് മാലൂസ് എന്നോ പഠിക്കുക, അതൊന്ന് പഠിക്കുക. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ. പിന്നെ ബ്രൂസ്റ്റേഴ്സ് ലോ, ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം, അതായത് ടാൻ പി ഈസ് ഈക്വൽ ടു എൻ. അതുപോലെ പി പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യുന്നത്. പിന്നെ യൂസസ് ഓഫ് പോളറൈസ് ലൈറ്റ്. പോളറൈസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റ് വേവ്സ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ എന്ന് പ്രൂവ് ചെയ്ത് പോളറൈസ് ലൈറ്റ് ആണ്. വൈറസിൻ്റെ സൈസും ഷേപ്പും ഡിറ്റർമിൻ ചെയ്ത് പോളറൈസ് ലൈറ്റ് ആണ്. സാറ്റേൺ റിങ്ങിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തത് പോളറൈസ് ലൈറ്റ് ആണ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചറും മോളിക്യൂൾസും ആറ്റത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് പോളറൈസ് ലൈറ്റ് ഉപയോഗിച്ചാണ്. ഡബിൾ റിഫ്രാക്ഷനോ ഡൈക്കോറിസോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട. പോളറോയിഡ്സ് പഠിച്ചിരിക്കുക. പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് എക്സ്റ്റൻസീവ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പോളറോയിഡ്സ്. യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ ഈ 3D പിക്ചർ കാണാൻ മുമ്പ് ഒരു കണ്ണാടി തരത്തില്ലേ, അന്നേരം അതൊക്കെ പോളറോയിഡിൻ്റെ കോട്ടിംഗ് ഉള്ളതാണ്. നമ്മുടെ നല്ല കാറിലൊക്കെ മറ്റേ ഡാർക്ക് കോട്ടിങ്, ബ്ലാക്ക് കോട്ടിങ്, അതൊക്കെ പോളറോയിഡ്സ് ആണ്. അന്നേരം സൺഗ്ലാസിൽ ഉപയോഗിക്കും 3 ഡയമെൻഷണൽ പിക്ചേഴ്സ് വ്യൂ ചെയ്യാൻ വേണ്ടി. വിൻഡ് സ്ക്രീൻ ഓഫ് കാർ ടു കട്ട് ഓഫ്, ഇതിലെല്ലാം എന്തിനു വേണ്ടിയാണ് സൺഗ്ലാസും ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്? ടു കട്ട് ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, അതായത് ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുന്നതെന്നുള്ള ആലോചിക്കുക. പിന്നെ അത് ട്രെയിൻസിലും എയറോപ്ലെയിൻസിലും എല്ലാം പോളറോയിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. പബ്ലിക് എക്സാമിലും ക്രിസ്മസ് എക്സാം ആണെങ്കിലും പ്രൂഫ് ഓഫ് സ്നെൽസ് ലോ, റിഫ്രാക്ഷൻ ബൈ ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഹൈജീൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് വളരെ സിമ്പിളായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ആകെ സ്റ്റെപ്പ്. ഇത് 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം. പ്രൂഫ് ഓഫ് സ്നെൽസ് ലോ ബൈ ഹൈജീൻസ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ റിഫ്രാക്ഷൻ, പ്രൂഫ് ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഹൈജീൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അതുകൊണ്ട് 3 സ്റ്റെപ്പേ ഉള്ളൂ. 4 മാർക്കായിരിക്കും ക്വസ്റ്റ്യൻ. രണ്ടും 2020 2021 ചോദിച്ചിട്ടുണ്ട്. പ്രൂഫ് ഓഫ് റിഫ്ലക്ഷൻ ബൈ ഹൈജീൻ പ്രിൻസിപ്പിൾ, പ്രൂഫ് ഓഫ് റിഫ്രാക്ഷൻ ബൈ ഹൈജീൻ പ്രിൻസിപ്പിൾ. പിന്നെ കൊഹറൻ്റ് സോഴ്സ്, 2 സോഴ്സ് കൊഹറൻ്റ് ആണെങ്കിൽ സെയിം വേവ് ലെങ്തും സെയിം ഫേസും സെയിം ആംപ്ലിറ്റ്യൂഡും ആയിരിക്കണം. കണ്ടീഷൻസ്, നല്ല ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ 1 സോഴ്സ് കൊഹറൻ്റ് ആയിരിക്കണം, 2 ഇതാണ് സ്ലിറ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സോഴ്സ്, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. സ്ലിറ്റും ഇതാണ് സ്ക്രീനിനിടയിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കണം. പിന്നെ എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് ഓർത്തിരിക്കുക. 2 ബ്രൈറ്റ്, ഇത് ഒരു ബ്രൈറ്റ് ബാൻഡും ഇതൊരു ബ്രൈറ്റ് ബാൻഡും, 2 അടുപ്പിച്ചുള്ള ബ്രൈറ്റ് ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസോ 2 അടുപ്പിച്ചുള്ള ഡാർക്ക് ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ഓർ സക്സസീവ് ബ്രൈറ്റ് ബാൻഡ്സ് ഓർ ഡാർക്ക് ബാൻഡ്സ്. പിന്നെ എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത് വേണ്ട, പക്ഷേ അതിൻ്റെ ലാസ്റ്റത്തെ ഇക്വേഷൻ വേണം. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചുകൊണ്ട് പോകണം. ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി. ബീറ്റ എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ആണ്. ഡി എന്ന് പറഞ്ഞാൽ സ്ലിറ്റിനും സ്ക്രീനിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. സ്ലിറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. അന്നേരം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബീറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണ് ക്യാപിറ്റൽ ഡിക്ക്, ബീറ്റ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് ലാംഡയ്ക്ക്, ബീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് 1/d. ഓർത്തിരിക്കുക. ഡിഫ്രാക്ഷൻ ഡ്യൂ ടു സിംഗിൾ സ്ലിറ്റും വേണ്ട, പോർഷനിലില്ല. അന്നേരം ഇത്രയും കാര്യങ്ങൾ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും നിങ്ങൾ എസ്സേ ഒത്തു വെച്ച് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പോലും നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുക. അത്യാവശ്യം ഒരു ഓട്ടപ്രദക്ഷിണം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളത് ഉറപ്പാണ്. നോട്ട് വളരെ സിമ്പിളാണ്, അത് നിങ്ങൾക്ക് കാണുമ്പം വ്യക്തമായിട്ട് മനസ്സിലാവും. ഏറ്റവും സിമ്പിൾ നോട്ട്സ് നന്നായിട്ട് പഠിക്കുകയൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നവരെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.